നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെയൊന്നും ഇല്ലമ്മേ. അവൾ ആത്മാഭിമാനമുള്ളവളാ. നമ്മുടെ പണം വീട്ടുകാർക്ക് നൽകാൻ മനസ്സിലാത്തതുകൊണ്ടാ അവൾ അധ്വാനിക്കാൻ തയ്യാറായത്. നമ്മുടെ പണം ഉപയോഗിക്കാൻ മനസ്സില്ല പോലും. ഹോസ്പിറ്റലില് ചന്ദ്രികയ്ക്ക് വേണ്ടി പണം കെട്ടിവെച്ചത് നീയല്ലേ? എന്നിട്ട് അവളത് എതിർത്തോ? ഇല്ല, എതിർക്കില്ല. കാരണം നീ അറിഞ്ഞു കൊടുക്കുമെന്ന് അവൾക്കറിയാം. എന്നിട്ടും നിന്നെയും എന്നെയും താറടിക്കാൻ വേണ്ടി തന്നെയാ അവൾ ആ ജോലി ചെയ്തത്. അതൊക്കെ ഞാൻ അവളോട് പറഞ്ഞ് ശരിയായിക്കോളാം. പക്ഷെ അതിന്റെ പേരില് അവള് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുതെന്നൊന്നും അമ്മ വാശി പിടിക്കരുത്. ഓഹോ, അപ്പൊ നീ വന്ന ഉടനെ തന്നെ അവൾ എന്റെ കുറ്റം മുഴുവനും നിന്റെ കാതിൽ ഓതി തന്നു അല്ലേ? ആട്ടെ, ഞാനിവിടെ കല്യാണം കഴിയാതെ മൂത്ത് നരച്ചു നിൽക്കുന്നത് എന്റെ സ്വഭാവദൂഷ്യം കൊണ്ടാണെന്ന് അവള് പറഞ്ഞോ? അതവള് നിന്നോട് പറഞ്ഞു കാണില്ല. പക്ഷേ എന്റെ മുഖത്ത് നോക്കി അവള് പറഞ്ഞു, ഞാൻ കെട്ടാ ചരക്കായിട്ട് ഇവിടെ നിൽക്കുകയാണെന്ന്. ഏയ്, ഒരിക്കലും ഇല്ല. നിധി അങ്ങനെയൊന്നും പറയില്ല. അപ്പോ നിനക്ക് ഞാൻ പറയുന്നത് വിശ്വാസമില്ല. നിധി പറയുന്നതാണ് വേദവാക്യം അല്ലേ? അവളുടെ അഹങ്കാരത്തിനുള്ള ശിക്ഷയാ ഞാൻ വിധിച്ചത്. അവൾ ഇനി ഇവിടുന്ന് പുറത്തു പോവണ്ട. അവളെ തേടി ആരും ഈ വീട്ടിലേക്ക് വരികയും വേണ്ട. അതനുസരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം. മക്കളെ കൈ വളരുന്നോ കാല് വളരുന്നോ നോക്കി വളർത്തുന്ന എല്ലാ അമ്മമാർക്കും എന്റെ അനുഭവം ഒരു പാഠമായിരിക്കണം. നോക്കിയും കണ്ടു അല്ലാതെ ജാതകപ്പൊരുത്തത്തിന്റെ പേരിൽ മാത്രം